അപ്പോൾ ഇന്നത്തെ ടെക് ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പം ആദ്യത്തെ ഒരു ന്യൂസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐഫോൺ SE4 2025 മാർച്ചിൽ ലോഞ്ച് ചെയ്യുമെന്നുള്ള പുതിയ റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫോണിൽ ആപ്പിളിൻ്റെ 5G മോഡവും വരുന്നതായിരിക്കും. അപ്പം കുറച്ചും കൂടി കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ആപ്പിളിൻ്റെ ഒരു ഫോൺ വരുന്നതായിരിക്കും. പിന്നെ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഫീച്ചറൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അത് നല്ലൊരു കാര്യമാണ്. ഇനി ബാക്കി ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഇതിൽ 6.06 ഇഞ്ചിൻ്റെ LTPS OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. അപ്പം OLED പാനൽ വരും. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യില്ല. ഈവൻ ഐഫോൺ 16 വരെ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. പിന്നെ വലിയ നോച്ചും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. അപ്പം ഐഫോൺ 14 വന്നിട്ടുള്ള പോലെ വലിയ നോച്ചും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ആപ്പിൾ A18 Bionic ചിപ്പ് വരുന്നതായിരിക്കും. ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സൽ ഒരു ക്യാമറ സെൻസർ വരും. ഫ്രണ്ടിൽ 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. പിന്നെ 3279 mAh ബാറ്ററി ആയിരിക്കും വരിക. 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ റെഡ്മി A4 5G എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന 5G ഫോണാണ്. 8500 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് ഇതിൽ 5G സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 5G സപ്പോർട്ട് വരുന്നുണ്ട്. 6.88 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5160 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം 4GB RAM 64GB ഇൻ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 8499 രൂപയാണ്. 4GB RAM 128GB ഇൻ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 9499 രൂപയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു 5G ഫോണായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഓപ്പോയുടെ Reno 13 എന്നുള്ള സ്മാർട്ട് ഫോൺ ഗീക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സിംഗിൾ കോറിൽ 1256 പോയിൻറ്റും മൾട്ടി കോറിൽ 3958 പോയിൻറ്റുമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ MediaTek Dimensity 8300 എന്ന പ്രോസസ്സറായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. MediaTek Dimensity 8350 എന്ന പ്രോസസ്സർ വരുമെന്നുള്ള റിപ്പോർട്ടുകൾ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് MediaTek Dimensity 8300 എന്ന പ്രോസസ്സറായിരിക്കും വരിക എന്നാണ്. പിന്നെ 12GB RAM വെർഷനാണ് ഇപ്പം ഗീക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിലാണ് ഇത് റൺ ചെയ്യുന്നത്. പിന്നെ നവംബർ 25 ഈ സ്മാർട്ട് ഫോണുകൾ ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. 1.5K OLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ നല്ലൊരു ക്യാമറ സെറ്റപ്പൊക്കെ വരും. ഇനി ന്യൂബിയയുടെ Z70 Ultra എന്നുള്ള ഒരു സ്മാർട്ട് ഫോൺ ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യില്ല, പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. നവംബർ 26 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 8L8 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ വേരിയബിൾ അപ്പേഴ്സറിൽ വരുന്ന ക്യാമറ സെൻസർ ആയിരിക്കും വരിക. 50 മെഗാ പിക്സലിൻ്റെ f1.59ൻ്റെയും അതുപോലെ തന്നെ 4.0യുടെയും ഇടയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന അപ്പേഴ്സർ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ 64 മെഗാ പിക്സൽ ഒരു പെരിസ്കോപ്പ് ലെൻസ് ഒക്കെ വരുന്നതായിരിക്കും. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.85 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ വരും. 144 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ Honor 300 എന്നുള്ള സ്മാർട്ട് ഫോണിൽ കോമ്പാക്റ്റ് സൈസിൽ വരുന്ന ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിരിക്കും വരിക എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത്യാവശ്യം ചെറിയൊരു സ്ക്രീൻ സൈസ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല OnePlusൻ്റെയും കോമ്പാക്റ്റ് സൈസിൽ വരുന്ന ഒരു ഫോൺ വരാൻ പോകുന്നുണ്ട്. 6.31 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വരും. ഇതിൽ സ്നാപ്ഡ്രാഗൺ 8L8 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറൊക്കെ വരുന്നതായിരിക്കും. ഇത് Ace 5 സീരീസിൽ വരുന്ന ഒരു ഫോൺ ആയേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും ഇപ്പം പല ആൻഡ്രോയിഡ് ഫോൺസിലും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ സൈസ് നമുക്ക് ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ചൈനീസ് മാർക്കറ്റിൽ വിവോയുടെ X200 മിനി എന്നുള്ള സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഹോണറിൻ്റെയും OnePlusൻ്റെയും ഒക്കെ കോമ്പാക്റ്റ് സൈസിൽ വരുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ വരാൻ പോകുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ വിവോയുടെ X200S എന്നുള്ള ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ ലീക്ക് ആയിട്ടുണ്ട്. ഇപ്പം ഇതിൽ MediaTek Dimensity 9400+ എന്ന പ്രോസസ്സർ വരുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു ഓവർക്ലോക്ക് ചെയ്തിട്ടുള്ള വെർഷനാണ് ഇത്. അപ്പം മികച്ച പെർഫോമൻസ് തന്നെ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇതിൽ 1.5K റെസൊല്യൂഷൻ വരുന്ന LTPS OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. അപ്പം 6.67 ഇഞ്ചിനേക്കാളും വലിയൊരു സ്ക്രീൻ സൈസ് ഇതിൽ വരുന്നതായിരിക്കും. ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും ഒരു ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ വിവോ S20, S20 Pro എന്നീ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. വിവോ S20ൽ 6500 mAh ബാറ്ററി വരുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സർ വന്നേക്കാം. 6.7 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. S20 Proയിലും സെയിം ഡിസ്പ്ലേ തന്നെയായിരിക്കും വരിക.
പക്ഷേ ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക് ഡിമെൻസിറ്റി 9300+ എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 5800 mAh ബാറ്ററി ആയിരിക്കും വരിക. ബാക്കി ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് S20 Pro 50+8+ 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. S20ൽ 50+8 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ iQOO 13 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം ഗീക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ കോറിൽ 2967 പോയിന്റും മൾട്ടി കോറിൽ 9234 പോയിന്റുമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പം നല്ല സ്കോറും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 888 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച സ്കോറുകളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ റൺ ചെയ്യുന്നത്. പിന്നെ 16 GB റാം വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല TUV സർട്ടിഫിക്കേഷൻ സൈറ്റിലും ഈ ഒരു ഫോൺ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് ചിലതൊക്കെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഡിസംബർ 3 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൽ 7000 mm² VC കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു മികച്ച പ്രോസസ്സറിൻ്റെ പുറമെ Q2 ഗെയിമിംഗ് ചിപ്പും ഇതിൽ വരും. പിന്നെ Qtel LTPO AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. 2K റെസൊല്യൂഷൻ വരും. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ IP68, 69 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇക്കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ 6000 mAh ബാറ്ററി ആയിരിക്കും വരിക. 120 W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരും. ചൈനീസ് മാർക്കറ്റിൽ അത്ര മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി ഇന്ത്യൻ മാർക്കറ്റിൽ വന്നോളണം എന്നില്ല. പിന്നെ റെഡ്മി KT സീരീസ് ചൈനീസ് മാർക്കറ്റിൽ നവംബർ 27 ലോഞ്ച് ചെയ്തേക്കാം എന്ന് ചില റിപ്പോർട്ടുകൾ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ കൺഫർമേഷൻസ് വന്നിട്ടില്ല. അപ്പം KT സീരീസിൽ 2 ഫോണുകൾ വരുന്നതായിരിക്കും. റെഡ്മി KTയും അതുപോലെ തന്നെ KT Proയും. അപ്പം ഈ ഫോണുകളിൽ 6.6 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട്, IP68 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ പ്രോ വെർഷനിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. K80ൽ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടേ വരുള്ളൂ. പിന്നെ 30 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടേ വരുള്ളൂ. പിന്നെ ഗൂഗിളിൻ്റെ ടാബ്ലറ്റ് 3 എന്നുള്ള ടാബ് ക്യാൻസൽ ചെയ്തു എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പം അടുത്ത് വേറൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ ക്രോം OS ആൻഡ്രോയിഡിലോട്ട് മാറ്റുന്നു എന്നുള്ളത്. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്ലാനിലായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് അവർ ക്യാൻസൽ ചെയ്തത്. പകരം എന്തെങ്കിലും ലാപ്ടോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നേക്കാം ആൻഡ്രോയിഡ് OSുമായിട്ട്. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നുമില്ല. എന്തായാലും ഗൂഗിൾ ടാബ്ലറ്റ് 3 ഇപ്പം ക്യാൻസൽ ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ HMD ഫ്യൂഷൻ എന്നുള്ള സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ആമസോണിൽ ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മോഡുലാർ ഫോണാണ്. അപ്പം പല പാർട്സും നമുക്ക് മാറ്റിയൊക്കെ വെക്കാൻ പറ്റും. ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6.56 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. പഞ്ചോൾ ഡിസൈൻ വരും. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. 108+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 5000 mAh ബാറ്ററിയും 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊന്നും ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. HMDയുടെ ഫോണാണ്. വളരെ മികച്ച പ്രൈസിങ് എക്സ്പെക്ട് ചെയ്യേണ്ട. അവർ നല്ലൊരു പ്രൈസിങ്ങിലൊന്നും ഫോണുകൾ ലോഞ്ച് ചെയ്യാറില്ല. അപ്പോൾ മിക്കവാറും ഈ ഒരു ഫോണും അത്യാവശ്യം ഓവർ പ്രൈസ്ഡ് ആയിട്ടൊക്കെ തന്നെയായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക. പിന്നെ സാംസങ് S24 അൾട്രയുടെ ചില ഡമ്മി യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഏകദേശം ഡിസൈൻ കൺഫേം ആയി എന്നൊക്കെ പറയാവുന്നതാണ്. ഇപ്പം ഫോട്ടോസൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതായിരിക്കും സാംസങ് S25 അൾട്രയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ. അപ്പം ഇതിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. എന്തായാലും ലോഞ്ച് ഡേറ്റ് ഒന്നും ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. ജനുവരിയിലൊക്കെ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസിൽ നോക്കാനുള്ള കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.